വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. ഞാൻ ശ്രുതി ജോഷി. അപ്പൊ എല്ലാവരും വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? എന്ത് വാർത്തയാണ്? സെറ്റ് എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ എല്ലാവരും കാത്തിരുന്ന വാർത്തയായിരുന്നു എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നുള്ളത്. അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും സെപ്റ്റംബർ 20 അതായത് ഏകദേശം 40-ലധികം ദിവസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക, കയ്യിലിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് അല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ പല സ്കൂളുകളും ക്യാമ്പുകളായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സ്കൂളുകളിൽ മാറ്റം വരാം. അതുകൊണ്ട് തന്നെ പുതിയ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനുള്ള ഡേറ്റും വന്നിട്ടുണ്ട്. 1/9/2026 എല്ലാവരും കണ്ടു കാണും. അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ ഒരുപാട് ദിവസങ്ങളുണ്ട് എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കാൻ മടി പിടിച്ചിരിക്കരുത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പോയത്? PYQ ഡിസ്കഷനിലൂടെയാണ് പോയത് അല്ലെ? അപ്പൊ ഇന്നും നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷനിലൂടെയാണ് പോകുന്നത്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇനി നമ്മുടെ മുന്നിൽ 40 ദിവസങ്ങളാണുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുവരെ പഠിച്ചത് എനിക്ക് എത്രത്തോളം അറിയാം, സ്വയം ഒരു ഇവാലുവേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇന്ന് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഓപ്ഷനും പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ കേട്ട ഓപ്ഷനും കണ്ടതിന് ശേഷം പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ആൻസർ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിയാണോ അവിടെ നിങ്ങൾക്ക് മാർക്ക് രേഖപ്പെടുത്തി വെക്കാവുന്നതാണ്. അത്തരത്തിലൊരു ഇവാലുവേഷനിലൂടെ മുന്നോട്ട് പോയിട്ട് ഇനി നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇനിയും അതിന് ടൈമില്ല, ഇപ്പൊ തന്നെ അത് ചെയ്യുക. അപ്പൊ ഇനി നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം നൽകുക എന്നത്. ഏകദേശം 10-18 മാർക്കോളം നമുക്ക് എന്ത് വരുന്നുണ്ട്? കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പൊ ആ മാർക്ക് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റില്ല. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി മോക്ക് ടെസ്റ്റുകളിലൂടെയും കറണ്ട് അഫയേഴ്സ് പഠനത്തിലൂടെയും മുന്നോട്ട് പോവുക. അപ്പൊ ടൈം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ജനറൽ പേപ്പറിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. കയ്യില് പേപ്പറും പെന്നും ഒക്കെ എടുത്ത് കരുതുക കേട്ടോ. നോക്കൂ, നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചിലപ്പോൾ കാണാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു സ്വയം വിലയിരുത്തൽ. ഓപ്ഷൻസിലൂടെയും നിങ്ങൾ കടന്നു പോകണം. ആ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതും പരിശോധിക്കണം കേട്ടോ. നോക്കാം നമുക്ക്. First question, the process through which a teacher adds support for students in order to enhance learning and aid in the mastery of task is known as. എന്താണ്? ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രമേ ആൻസറിലേക്ക് പോകാവൂ. ഓപ്ഷൻസ് നോക്കുക. മാസ്റ്ററി ഇൻ ലേണിംഗ്, അഡ്വാൻസ് ഓർഗനൈസർ, ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്. ഓരോ ഓപ്ഷനും വായിക്കുമ്പോൾ ഇത് ഏത് ഭാഗത്ത് നിന്നുള്ളതാണെന്നും കൂടെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകണം. എന്നിരുന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം മനസ്സിലാക്കി, സെൽഫ് ഇവാലുവേഷൻ ആണ് പ്രധാനം, എന്നിട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? പെട്ടെന്ന് ആൻസർ എഴുതിക്കോ. ഇനി ഞാൻ പറയുന്ന ആൻസർ ആണോ നിങ്ങൾ എഴുതിയിരിക്കുന്നതെന്നും ടെസ്റ്റ് ചെയ്യുക. ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ് ആണ്. ഇതൊന്നും തെറ്റിക്കേണ്ട ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആൻസർ കിട്ടുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Which of the following educational psychologist is known as known for the theory of conditions of learning? Robert Gagne, David Ausubel, Henry Gross, നോം ചോംസ്കി. ഓരോരുത്തരെയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ ആരാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? റോബർട്ട് ഗാഗ്നെ. ആ തിയറി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ആ സ്റ്റെപ്പുകളൊക്കെ നോക്കണം കേട്ടോ. ഒരു സ്റ്റേജസ് നോക്കി വേണം ഏത് തിയറി പഠിച്ചാലും മുന്നോട്ട് പോകാനായിട്ടുള്ളത്. ഇനി അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ എലിമെന്റ് ഇൻ ദ സിറ്റുവേറ്റഡ് ലേണിംഗ്. നോട്ട് എ മേജർ എലിമെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ ശരിയായിട്ട് വായിച്ചിട്ട് മുന്നോട്ട് പോവുക. കണ്ടന്റ് ആണോ, കോണ്ടസ്റ്റ് ആണോ, കമ്മ്യൂണിറ്റി ആണോ, സൂപ്പർവിഷൻ ആണോ? ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നതും ആകാം കേട്ടോ. ആൻസർ വേഗം എഴുതിക്കോ. ആൻസർ വേഗം എഴുതിപ്പോക്കോ. എന്തായിരിക്കും ആൻസർ? ഇവിടെ സൂപ്പർവിഷൻ ആണ്. പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാവൂ കേട്ടോ.
തുടർന്ന് വെറുതെ കേട്ട് പോകരുത്, സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അക്കോർഡിംഗ് ടു മാസ്ലോ അറിയാലോ, which of the following is not correct? Not correct എന്നാണ് എഴുതിയേക്കുന്നത്. മാസ്ലോ, അബ്രഹാം മാസ്ലോ hierarchy of needs നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. It is the perception that motivates, not the rewards. Next, needs are hierarchically arranged. Next, lower needs take priority. Next, sex is a physiological need. ഏതാണ് നമുക്കറിയാം? ഫിസിക്കൽ നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സും അതുപോലെ ഗ്രോത്ത് നീഡും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അല്ലെ. ഇവിടെ ആൻസർ എന്താ? ഇറ്റ് ഈസ് ദ പെർസെപ്ഷൻ ദാറ്റ് മോട്ടിവേറ്റ്സ്, നോട്ട് ദ റിവാർഡ്സ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്? നിദാന നിർണയമാണ് അല്ലെ. നോക്കൂ. ടു ആക്സസ് സ്റ്റുഡൻസ് സ്ട്രെങ്ത് in a specific area, subject area. Next എന്താണ്? To access students weakness in a specific subject area. Weakness ആണോ strength ആണോ? To grade students in a specific subject area. Next, to know how much students know about a subject area. ഇതായിരിക്കാം ആൻസർ പെട്ടെന്ന് കിട്ടും അല്ലെ. ഏതാണ്? ടു ഗ്രേഡ് സ്റ്റുഡൻസ് ഇൻ എ സ്പെസിഫിക് സബ്ജക്ട് ഏരിയ. നോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കേട്ടോ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇവാലുവേഷൻ? നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇവാലുവേഷൻ. എല്ലായിടത്തും നോട്ടാണ് അല്ലെ. നോക്കൂ. നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇവാലുവേഷൻ അല്ലാത്ത ഏതാണ്? ടു ഡിറ്റർമൈൻ ദ existence of a disability, to determine the effect of a disability, to determine need for specialized services, to determine the instructional strategies. ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? വേഗം എഴുതിക്കോ. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ടു ഡിറ്റർമൈൻ ദ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. ഇവാലുവേഷൻ ഈസ് യൂസ്ഡ് ടു ആക്സസ് ദ എഫക്റ്റീവ്നെസ് to instructional strategies, not to determine what strategies should be used. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവാലുവേഷൻ ദാറ്റ് മോണിറ്റേഴ്സ് ലേണിംഗ് പ്രോഗ്രസ് ഈസ്? പ്ലേസ്മെന്റ് ഇവാലുവേഷൻ ആണോ? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണോ? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണോ? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണോ? ഇവാലുവേഷൻ ദാറ്റ് മോണിറ്റേഴ്സ് ലേണിംഗ് പ്രോഗ്രസ് ആണ്. ലേണിംഗ് പ്രോഗ്രസ് നമ്മൾ എവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണോ? പ്രോഗ്രസ് അല്ല, നമുക്കറിയാം അത് ഫോർമേറ്റീവ് ഇവാലുവേഷനിലാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following is not advisable for effective classroom communication? Not advisable for effective classroom communication എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. Starting the lecture with one or two questions you are trying to answer and closing with the questions the lecture raised or left unanswered. Next, introduce alternative perspectives in your lecture. Option C, how students use the material they are learning to propose solutions to a problem. Next എന്താണ്? Reduce your lecture to very minimum and make extensive use of visual techniques with the support of technology in the classroom. ഏതാ ആൻസർ ആയിട്ട് വരിക? ആലോചിച്ച് പറയണം കേട്ടോ. Reduce your lecture to very minimum and make extensive use of visual techniques with the support of technology in the classroom. ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ കാര്യം തെറ്റില്ല എന്നുള്ളതാണ് അല്ലെ. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. GR എന്താ? ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ആണ്. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ GR determines the number of students enrolled at option A only primary level, option B only secondary level, option C primary and secondary level, option D pre-primary and higher education level. ഏതാണ് ആൻസർ ആയിട്ട് വരിക? വേഗം എഴുതിക്കോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക.
പ്രൈമറി ആൻഡ് സെക്കൻഡറി ലെവൽ. ഇപ്പോഴും നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെക്കുറിച്ചൊരു ധാരണ വന്നിട്ടുണ്ടാവും അല്ലെ? ആൻസർ എല്ലാം എഴുതാൻ സാധിക്കുന്നുണ്ടോ? ഏതെല്ലാം ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നത് നിങ്ങൾ വിലയിരുത്തുക, സ്വയം വിലയിരുത്തുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ? നേരത്തെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കണ്ടു അല്ലെ? ട്രീറ്റഡ് as a barrier of communication. Option A, differences in perception and viewpoint between sender and receiver. Option B, cultural differences between sender and receiver. അടുത്തെന്താണ്? ലെവൽ ഓഫ് ഇന്റലിജൻസ് ഓഫ് ദ സെൻഡർ. നെക്സ്റ്റ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രെജുഡീസ് ഓഫ് ദ റിസീവർ. ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്തായിരിക്കും? ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ലെവൽ ഓഫ് ഇന്റലിജൻസ് ഓഫ് ദ സെൻഡർ ആണ്. ലെവൽ ഓഫ് ഇന്റലിജൻസ് ഓഫ് ദ സെൻഡർ ആണ്. ശരിയായോ? ആൻസർ ശരിയായോ? ഇനി അടുത്ത നോക്കൂ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. നോക്കൂ. Moodle is a free and open source software learning management system. അടുത്ത രണ്ടെന്താണ്? Moodle is used for blended learning, distance education, flipped classroom and other e-learning projects in educational institution. ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ both 1 and 2 are true and 2 is the benefit of 1. അടുത്ത ബി കൊടുത്തിരിക്കുന്നു ഓൺലി 2 ഈസ് ട്രൂ. സി കൊടുത്തിരിക്കുന്നു ഓൺലി 1 ഈസ് ട്രൂ. നെക്സ്റ്റ് ഡി ബോത്ത് 1 and 2 ആർ ട്രൂ ബട്ട് നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ. ഏതായിരിക്കാം ആൻസർ? ഏതായിരിക്കാം ആൻസർ? ആൻസർ ബോത്ത് 1 and 2 ആർ ട്രൂ ആൻഡ് 2 ഈസ് ദ ബെനിഫിറ്റ് ഓഫ് 1. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വായിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും വായിച്ച് തറവാക്കിയതിനു ശേഷം മാത്രം ആൻസറിലേക്ക് പോവുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക്ഷീറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ടോപ്പിക്സ്, പ്രാക്ടീസ് സ്കിൽസ് ആൻഡ് ബിൽഡ് നോളജ്. ഓപ്ഷൻ എ, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ബട്ട് നോട്ട് പ്രാക്ടിക്കൽ. ഓപ്ഷൻ ബി, the statement is true and is practical but depend upon the classroom environment. അടുത്ത ഓപ്ഷൻ സി എന്താണ്? The statement is true and is practical but depend upon the teacher competence. അടുത്തെന്താണ്? ഓപ്ഷൻ ഡി, the statement is not true and practically impossible എന്നാണ് പറയുന്നത്. ആൻസർ എന്തായിട്ടായിരിക്കും വരിക? The statement is true and is practical but depend upon classroom environment. ആൻസർ കിട്ടിയില്ലേ? അടുത്ത consider the following hypothesis. നോക്കൂ. 1. Children who were taught through concept attainment model. ആശയ രൂപീകരണത്തിലൂടെയാണ് പഠിക്കുന്നത് അല്ലെ? കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഫോർ 6 months. അവിടെ എന്താണ്? will show a higher achievement than children who were not. Next, children who were taught through concept attainment model for 6 months do not show high achievement than children who were not. എന്തായിരിക്കും? ഓപ്ഷൻ എ, both are null hypothesis. ഓപ്ഷൻ ബി, 1 is alternate hypothesis and 2 is null hypothesis. C, 1 is null hypothesis and 2 is research hypothesis. D, both are research hypothesis. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 is alternate hypothesis and 2 is null hypothesis. നമ്മുടെ CCയുടെ സ്റ്റുഡൻസിന് അറിയാം, ഇത് ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായിരിക്കും ഓപ്ഷനിലൂടെ അല്ലെ? ശരിയല്ലേ? നിങ്ങൾക്കും ആൻസർ എഴുതാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മാത്രമല്ല മറ്റു കുട്ടികൾക്കും ആൻസർ എഴുതാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യതയോടുകൂടി പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. നോക്കൂ. അടുത്ത്, അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് ഡൂയിങ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇൻ ഇറ്റ്സ് റൈറ്റ് ഓർഡർ. നോക്കൂ. 1. ഐസൊലേറ്റ് ദ പ്രോബ്ലം. കളക്ട് സോഴ്സ് മെറ്റീരിയൽസ്. 3. ഇവാലുവേറ്റ് സോഴ്സ് മെറ്റീരിയൽ. 4. ഫോർമുലേറ്റ് ഹൈപ്പോത്തിസിസ്. 5. റിപ്പോർട്ട് ആൻഡ് ഇന്റർപ്രറ്റ് ഫൈൻഡിങ്സ്. എന്താണ് ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്? 1, 4, 2, 3, 5 ഓർഡറില്. ബി ആണെങ്കിൽ 2, 1, 3, 4, 5. സി ആണെങ്കിൽ 1, 2, 3, 4, 5. ഡി 3, 1, 2, 4, 5.
എങ്ങനെയായിരിക്കാം നോക്കൂ. ഓപ്ഷൻ സി ആണ് ആൻസർ. കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 1 2 3 4 5. നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 2 3 4 5 ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാണ് ശരി കേട്ടോ. ഒന്നുകൂടെ നോക്കണം. എഴുതി വെച്ച് പഠിക്കണമെന്നുള്ളവർക്ക് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. പ്രോഗ്രസീവ് മാട്രിക്സസ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ദ മുള്ളർ ലെയർ ഇല്യൂഷൻ. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു 1 is the intelligence test. ഒന്നെന്ന് പറയുന്നത് ഇന്റലിജൻസ് ടെസ്റ്റ്. 2 and 3 are personality test എന്ന് പറയുന്നു. അടുത്ത ബി പറയുന്നു 1 is perceptual process test, 2 is personality test and 3 is interest inventory. ഇനി സി പറയുന്നു ഒന്ന് മെമ്മറി ടെസ്റ്റ് ആണെന്ന് പറയുന്നു. 2 ഈസ് ഇമോഷണലി സ്റ്റെബിലിറ്റി ടെസ്റ്റ് ആണെന്ന് പറയുന്നു. ഇമോഷണൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ആണെന്ന് പറയുന്നു. 3 ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ് ആണെന്ന് പറയുന്നു. ഡി പറയുന്നു 1 ഈസ് ഇന്റലിജൻസ് ടെസ്റ്റ്, 2 ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് 3 ഈസ് പെർസ്പെക്ച്വൽ പ്രോസസ് ടെസ്റ്റ് ആണെന്ന് പറയുന്നു. ഇവിടെ എന്താ ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1 ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്, 2 പേഴ്സണാലിറ്റി ടെസ്റ്റും 3 പെർസ്പെക്ച്വൽ പ്രോസസ് ടെസ്റ്റും ആണ്. അപ്പൊ നമുക്കിനി ഇതിലെ ഓപ്ഷനിലേക്ക് പോകാം. കണ്ടോ, ഒന്ന് എന്തായിരുന്നു? റാവൻസ് പ്രോഗ്രസീവ് മാട്രിക്സ് ആണ്. അതുപോലെ 2 ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ്. 3 മുള്ളർ ലെയർ ഇല്യൂഷൻ ആണ് കേട്ടോ. ഇത് 3 ഓർത്തിരിക്കുക കേട്ടോ. ആൻസർ നമ്മൾ പറഞ്ഞിരുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി അടുത്ത കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് വിർച്വൽ ക്ലാസ് റൂം. Virtual classroom is a web-based tool dependent on internet connectivity. 2 പറയുന്നു in a virtual classroom queries of learners get answered by the resource person. Option A only 1 is true എന്ന് പറയുന്നു. Option B only 2 is true എന്ന് പറയുന്നു. Option C both 1 and 2 are true എന്ന് പറയുന്നു. Option D both 1 and 2 are not true എന്ന് പറയുന്നു. ആൻസർ കിട്ടിയോ? എന്താണ് ആൻസർ വരിക? both 1 and 2 are true. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. both 1 and 2 are true കേട്ടോ. ഇരുത്തി വായിച്ചു നോക്കണേ, എന്നാലേ ആൻസർ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The primary focus of the curriculum framework for 2-year secondary teacher education program is to make student teachers disciplined practitioners, reflective practitioners, transacting practitioners, methodology practitioners. ഏതാണ് ആൻസർ വരിക? നോക്കൂ, റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണേഴ്സ് ആണ്. A reflective practitioner is someone who regularly examines and critically assesses their own actions and experience to understand their impact and identify areas for improvement. ഇവിടെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും വിശദമായിട്ട് പറയുന്നില്ല. അതിന് കാരണവും ഞാൻ പറഞ്ഞു. എന്താണ്? നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷൻ ആണ്. സെൽഫ് ഇവാലുവേഷനിൽ നിന്നും ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, ഫ്രീ യൂണിഫോം, ഫ്രീ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് മിഡ് ഡേ മീൽ ഫോർ സ്റ്റുഡൻസ്. ഓപ്ഷൻ എ പറയുന്നു 2 ഈസ് ദ കോസ് ആൻഡ് 1 ഈസ് ദ എഫക്ട്. അടുത്ത ബി പറയുന്നു 1 ഈസ് ദ കോസ് ആൻഡ് 2 ഈസ് ദ എഫക്ട്. 1ഉം 2ഉം നന്നായിട്ട് വായിക്കുക കേട്ടോ. ആൻഡ് സി എന്താ? 1 and 2 have no cause-effect relationship, but they are related. D എന്ന് പറയുന്നു 1 and 2 have no cause-effect relationship, are not related at all. എന്താണ്? ഇവിടെ ആൻസർ സി ആണ് പറയുന്നത്. 1 and 2 have no cause-effect relationship, but they are related എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി?
നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മാത്രമല്ല, ഇതിലൂടെ ഓപ്ഷനിലൂടെ പോയപ്പോൾ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് മനസ്സിലൂടെ കടന്നുപോയോ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അനാലിസിസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷൻ മുഴുവനായിട്ട് ലഭിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? 2016 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എന്ത് ചെയ്യുക? ഓരോ ദിവസവും ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓപ്ഷനിലൂടെ പഠിക്കുകയും വേണം കേട്ടോ. അപ്പൊ നമ്മുടെ CC നമ്മുടെ സ്റ്റുഡൻസിനെ ഓഗസ്റ്റ് 2-ാം തീയതി ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് എക്സാം പറഞ്ഞിരുന്നത് അല്ലെ. നമ്മൾ 20 hours ലൈവ് ക്ലാസ് സെഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. 20 hours ലൈവ് ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് 15 എക്സാംസും എഴുതാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒത്തിരി കുട്ടികൾ ഞങ്ങളെ വിളിച്ച് ആവശ്യപ്പെട്ടത് പ്രകാരം 30 days ബാച്ചും സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും 9746455514 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഇനിയും പഠിച്ചാൽ കിട്ടുമോ മിസ്സേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ ഒരുവിധം പഠിച്ചു വെച്ചേക്കുകയാണ് അല്ലെ. അപ്പൊ ഇനി ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല മിസ്സേ, അടുത്ത എക്സാം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, അടുത്ത സെറ്റ് എക്സാമിന് വേണം എനിക്കിനി പഠിക്കാൻ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ലോങ് ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ജോയിൻ ചെയ്ത ഇപ്പോഴേ പഠിച്ചു തുടങ്ങാവുന്നതാണ് കേട്ടോ. അപ്പൊ തുടർന്നുള്ള എക്സാം എഴുതുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഒരു സെൽഫ് ഇവാലുവേഷൻ ആണ്. കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിച്ചും മുന്നോട്ട് പോവുക. ഇനി മറ്റൊരു സന്തോഷ വാർത്ത, നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഫ്രീഡം ഓഫർ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ സെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും up to 30% ഓഫർ നൽകുന്നുണ്ട്. അപ്പൊ ഇനിയും മടിച്ചിരിക്കേണ്ട, ഇനിയും ടൈം ഉണ്ട് നമ്മുടെ മുന്നിൽ. എത്രയും വേഗം ജോയിൻ ചെയ്ത് പഠിക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. മാത്രമല്ല ഈ നമ്പർ മറക്കണ്ട, 9746455514. ഈ ഓഫറിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.